ജി, അഭിനന്ദനങ്ങൾ. താങ്കൾ ഏറ്റെടുത്ത വെല്ലുവിളിയിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു. കാര്യം നമ്മൾ ആ ന്യൂസ് വിട്ട് ഇത്രയും ദിവസമായിട്ട് താങ്കൾ ഉന്നയിച്ച ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആരും തന്നെ തയ്യാറായിട്ടില്ല. അദ്ദേഹം എന്നെ ആരാന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. പച്ചയായിട്ട് പറയുന്ന ആ മനുഷ്യൻ എന്നെ നിരന്തരം വിളിച്ചിരുന്നു ഈ ന്യൂസ് കണ്ടിട്ട്. അപ്പോഴൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, താങ്കൾ എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ പൊതുജന മധ്യത്തിൽ ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്നൂറ് മുഖാമുഖം ചർച്ചയാണല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ടത്. ഞാൻ അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം അത് പൂർണ്ണമായി നിരസിക്കുകയും ചെയ്തു. എന്നോട് വീണ്ടും അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഒരു ഹോട്ടൽ റൂമിൽ അടച്ചിട്ട മുറിയിൽ ഒളിച്ചിരുന്ന് ചർച്ച ചെയ്യണമെന്നാണ്. താങ്കൾ അതിന് തയ്യാറാവുന്നില്ല. അപ്പോൾ പരിപൂർണമായി നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരിക്കലും ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പൊതുസമൂഹം മനസ്സിലാക്കുന്നത്. താങ്കളുടെ മുഖത്തു നിന്ന് നല്ല പുഞ്ചിരി വിടരുന്നുണ്ട്. താങ്കൾ വിജയിച്ച ദിവസമാണോ ഇന്ന്? അല്ല, വിജയിച്ചോന്ന് ചോദിച്ചാല് നമ്മള് ഇലക്ഷന് നിൽക്കുകയും മത്സരിക്കുകയും ജയിക്കും എന്നല്ലല്ലോ ചെയ്യിക്കുന്നത്. പക്ഷെ താങ്കൾ ഒരു വെല്ലുവിളി ഉന്നയിച്ചിരുന്നു, അത് ഏറ്റെടുക്കാൻ ഇതുവരെ തയ്യാറായില്ല. ഒരു സത്യത്തിന്റെ ജയം എന്നാണ് ഞാൻ കാണുന്നത്. സത്യത്തിന്റെ ജയം. സത്യം എത്ര കാലം കഴിഞ്ഞാലും എത്ര മൂടി വെച്ചാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും, അല്ലേ? തീർച്ചയായും. ഇപ്പൊ ഞാൻ ഒരു ആരോപണം, ഒരാളെ കുറിച്ച് ആരോപണം ഉന്നയിച്ചപ്പോ, എനിക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞപ്പോൾ, താങ്കൾ ആരോപണം ഉന്നയിച്ചില്ലല്ലോ. ഞാൻ ഉന്നയിച്ചില്ല. എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അത് തെളിയിക്കാൻ ഇല്ല, അത് പറയാൻ ഒരു വേദി ഉണ്ടാക്കുകയും അവിടേക്ക് വരാനും ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തോടാണ് പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പുതിയൊരു വീഡിയോയുമായിട്ട് അയാൾ ഒരു ആർഗ്യുമെന്റ്സിനെ തിരിച്ചു വന്നു. പക്ഷെ വന്നതിന് ശേഷം പലതവണ ഞാൻ തന്നെ വിളിച്ചു ഇദ്ദേഹത്തെ. ശരി, ഇനി വീണ്ടും ഒരു പബ്ലിക്കിലേക്ക് പോകണ്ട എന്നൊരു മനസാക്ഷിയോടെ തന്നെ വിളിച്ചത്. നിങ്ങളും കുറെ വിളിച്ചെന്ന് തോന്നുന്നു, കുറെ വിളിച്ചു. പക്ഷെ ഇദ്ദേഹം ഒരു ഓപ്പൺ ചർച്ചയ്ക്ക് വരാൻ തയ്യാറാവുന്നില്ല. അതെ, എനിക്ക് എന്നെ സംബന്ധിച്ച് ഈ ഒരു അടച്ചിട്ട മുറിയിൽ ഇരുന്നിട്ട് ഒരു ക്യാമറ വെച്ചിട്ട്, ക്യാമറ വേണ്ടെന്ന് പറയുന്നു പുള്ളി. അല്ല, ക്യാമറ ഉണ്ടാവാൻ പാടില്ല. ക്യാമറ ഇല്ലാതെ ഇത് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്റെ പൊതുജീവിതം ഞാൻ അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ എന്നെ പോലത്തെ ഒരു സാധാരണക്കാരനായ മനുഷ്യന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ പോലത്തെ 10-35 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, ഇത്രയും രാഷ്ട്രീയ പാരമ്പര്യമുള്ള, ഇല്ലെങ്കിൽ പൊതുമേഖലയിൽ ജനങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്ന ഒരാള് എന്നെ പോലത്തെ ഒരുത്തിന് വേണ്ടിയിട്ട് പൊതുജീവിതം അവസാനിപ്പിക്കാൻ പാടില്ല. തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ കാര്യങ്ങൾ പറയുന്നത് ജനങ്ങൾ കേൾക്കണ്ടേ, അല്ലെ? ഒരു റൂമിലിരുന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ എന്താ പറഞ്ഞ, താങ്കൾക്ക് അതിനുള്ള ധൈര്യം എങ്ങനെ വന്നു? അല്ല, എനിക്കേ ധൈര്യമുള്ളൂ, അദ്ദേഹത്തിന് ധൈര്യം ഇല്ല. അതാ ചോദിക്കുന്നത്. ആ ധൈര്യം താങ്കൾക്കെതിരെ ആരോപണം എന്റെ കയ്യിലിരിക്കുന്ന രേഖകളാണ് അതിന്റെ ധൈര്യം. എന്റെ കയ്യിൽ ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കാനുള്ള, ഞാൻ ഇദ്ദേഹം പറഞ്ഞ ഒരു വ്യക്തിഗതിക്കൊന്നും ഞാൻ തയ്യാറല്ല. എന്നെ ഒരു വർഷത്തിന് മുകളിലായിട്ട് നിരന്തരം, അതായത് ഒരു സഹായം കൈപ്പറ്റി എന്നതിന്റെ പേരിൽ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങും. സഹായം കൈപ്പറ്റിയത് എന്താണെന്ന് വ്യക്തമാക്കാമോ? എന്റെ ഒരു അദ്ദേഹം പറയുന്ന ഫസ്റ്റ് ആരോപണം അതാണ്. ഞാൻ പറഞ്ഞതിന് കൃത്യമായിട്ട് പറയാം. അതായത് എന്നെ കുറിച്ച് എനിക്ക് പറയുന്നതിന്, ഒരു സ്ഥലത്ത് പറയുന്നതിനും ഒരു അഭിമാനക്കുറവുമില്ല എന്നെ കുറിച്ച് പറയുന്നത്. കാരണം ഞാനൊരു സാധാരണ കുടുംബത്തില്, സാധാരണ ഒരു അമ്മയുടെ അപ്പന്റെ മകനായിട്ട് ജനിച്ച ഒരാളെ. പാരമ്പര്യ സ്വത്തൊന്നും അയാൾ പറയുന്ന പോലെ കോടികളുടെ സ്വത്തുമായിട്ട് വലിയ ഹോട്ടൽ സമുച്ചയം അങ്ങനെയൊന്നുള്ള വന്ന ആളല്ലേ ഞാൻ. അപ്പൊ എന്റെ അമ്മ കല്ലും മണ്ണും ചുമന്നാണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. എന്റെ ജ്യേഷ്ഠൻ ഷാജി പാപ്പൻ എന്ന് പറയുന്ന ഷാജി വർഗീസിനെയും സാബു വർഗീസിനെയും അങ്ങനെ വളർത്തിയതാണ്. ഒരുപാട് ദുരിതങ്ങളിലൂടെ തന്നെ മുന്നോട്ട് വന്ന ആളാണ്. എനിക്ക് ആവശ്യപ്പെട്ടത് ആളുകളോട്, ജനങ്ങളോട് ചോദിച്ചു തന്നെ എനിക്ക് ലഭിച്ചാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്റെ വീട് ജപ്തിയായി, നാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് വരേണ്ട വന്നു, എറണാകുളത്ത് താമസിക്കേണ്ട വന്നു. ആ സാഹചര്യത്തിൽ ഞാൻ എന്റെ വീടിന്റെ അതിപ്പോഴൊന്നുമല്ല, ആദ്യ സമയങ്ങളിൽ എന്ന് പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, എന്റെ മക്കളെയും ഭാര്യയും കൊണ്ട് ഇയാളുടെ വീട്ടിൽ ചെന്നു എന്നാ പറയുന്നത്. ഒരാളെ കുറിച്ചും ഒന്ന് ചെയ്തെങ്കിൽ പോലും അങ്ങനെ പറയരുത്, പിന്നെ ചെയ്യാത്ത കാര്യം തീരെയും പറയരുത്. ഇയാള് കളിയാക്കി. വീട്ടിൽ പോയിട്ടില്ല? അയാളുടെ വീട്ടിൽ ഞാൻ 4-5 തവണ അയാളുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. പൈസക്ക് പോയിട്ടുണ്ടോ? ഒരു കാരണവശാലും പോയിട്ടില്ല. ഒരു കാരണവശാലും 100% എന്റെ മക്കളും എന്റെ വൈഫും അറിയുന്നൊരു കാര്യം, ഇയാളുടെ അടുത്ത്, കാരണം ലോകത്തിൽ ആരുടെ അടുത്ത് ചോദിച്ചാലും ഇയാളുടെ അടുത്ത് ഞാൻ പണം ചോദിക്കില്ല എന്ന് ഞാൻ ആദ്യമേ എഴുതിയിരുന്നു. കാരണം നമ്മളൊക്കെ കാണേണ്ട ഒരു കാര്യം, ഞാനിവിടെ എറണാകുളത്ത് വന്നിട്ട് എന്റെ ദൈവതുല്യരായിട്ട് കണ്ട കുറെ ആൾക്കാരുണ്ടായിരുന്നു. ആളുകളെല്ലാം മുഖംമൂടിയാണ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അതിൽ ഏറ്റവും വലിയ മുഖംമൂടിയാണ് ഇദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ഇയാളുടെ വീട്ടിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് പോകുമോ? പക്ഷെ ഞാനൊരു ദൈവത്തെ പോലെ കണ്ടിരുന്ന, ജനങ്ങൾ ദൈവമായിട്ട് കാണുന്ന ഒരു മനുഷ്യൻ, അയാളോട് ഞാൻ വാട്സപ്പിൽ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, എന്നെ ഒന്ന് സഹായിക്കണം. താങ്കൾ ബുദ്ധിമുട്ട് ചെയ്യുന്ന സമയമായിരുന്നു എന്റെ ഒരു ബുദ്ധിമുട്ട്. അതായത് ഒരു 3 വർഷം മുമ്പത്തെ കഥയാണ് പറഞ്ഞത്. 3 വർഷം മുമ്പത്തെ, ഒരു 4 വർഷമായി ഇപ്പം ഏകദേശം. ആ സമയത്താണ് ഈ ഒരു വിഷയം നടക്കുന്നത്. അയാൾ എന്ത് ചെയ്തു വെച്ചാൽ, അയാൾക്ക് എന്താണ് ആവശ്യപ്പെട്ടത്?
എൻ്റെ പിന്നെ മകളുടെ വിദ്യാഭ്യാസം, 2 എനിക്ക് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരണം ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തോട്. അപ്പൊ അയാൾ കേട്ട ഭാവങ്ങൾ നടിച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിക്കൊരു മറുപടിയും വന്നില്ല. ഞാൻ വാട്സപ്പിലാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ പിന്നീട് ഈ ഇദ്ദേഹവുമായിട്ട് ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ആശയങ്ങളുമായിട്ട് യോജിച്ചു പോകാതെ ഇദ്ദേഹം ചെയ്ത 2-3 കാര്യങ്ങളുടെ ശരികേട് ഇയാളെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഇയാൾ എന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇയാൾ മാറ്റി തന്നെ. കാരണം ഞാൻ ഈ സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേരിന് മോശം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് എന്നെ മാറ്റിയ സമയത്താണ് ഈ മറ്റേയാള് എന്ത് ചെയ്യുന്നു, ഇയാളുടെ എന്റെ മെസ്സേജ് ഒക്കെ എടുത്തിട്ട് താങ്കൾ അയച്ച വോയിസ് മെസ്സേജും ഫോർവേഡ് കൊടുക്കുന്നു, ഇദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നു. എനിക്ക് പേര് പറയാതെ ഈ പറയുന്നതിന് എനിക്ക് ഏറ്റവും വലിയ ദേഷ്യമാണ് ഈ സത്യം പറഞ്ഞാൽ. പക്ഷെ പേര് പറഞ്ഞ് താൻ പറഞ്ഞ് മറ്റേ അപമാനിക്കലാവുമെന്നുള്ളത്. അപ്പൊ അങ്ങനെ അപമാനിക്കൽ വേണ്ട. ഇത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായാൽ മതിയല്ലോ. ഇഷ്ടമുള്ളവർ കണ്ടാലും മതി. എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതിനെല്ലാവരും ഇരുന്നത് കാണണമെന്ന് ഞാൻ പറയും. എനിക്കൊന്നൊരു ഒരു കണക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ടിയാണല്ലേ അതിന്റെ ഒരു ലീഡറായിട്ടൊക്കെ വരും ഈ പറയുന്ന. അതെ അതെ അതെ, അക്ഷരങ്ങളിലൂടെ പറഞ്ഞാൽ അങ്ങനെ ഒരാളായിട്ട് അദ്ദേഹമാണ് താങ്കളുടെ വോയിസ് ഇദ്ദേഹത്തിന് അയച്ചു കൊടുത്തത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഒരു നേതാവാണ്, നിങ്ങൾ എങ്ങനെ ഒരു നേതാവാകും? ഇതേ സ്ഥലത്തുള്ള 2 അണികൾ തമ്മിൽ ഒരു വിഷയം നടക്കുമ്പം അത് 2 പേരെ ഇരുത്തി പറയാനോ ചോദിക്കാനോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കോർഡിനേറ്റർമാരെ ആരെങ്കിലും വിട്ടിട്ട് അതെന്താണ് സാബുവും ഇയാളും തമ്മിൽ വിഷയമുണ്ടല്ലോ അതെന്താണെന്ന് പറഞ്ഞു തീർക്കുന്നു പറയാതെ 2 പേരെ തെറ്റിക്കാൻ കാണിച്ച ഒരു മനസ്സില്ലേ, ആ മനസ്സിനെ ഞാൻ നമിച്ചു. ഞാൻ അദ്ദേഹത്തിന് കുറെ വോയിസ് ഒക്കെ അയച്ചു, മറുപടി ഒന്നും വന്നില്ല. പുള്ളി എന്നെ ബ്ലോക്ക് ചെയ്തു. അതോടെ അവിടെ അത് കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ദുഷ്ടശക്തികളെല്ലാം ഒരുമിച്ച് കൂടി എന്നുള്ളതാണ്. നന്മയെ തകർക്കാൻ കഴിയില്ല. പക്ഷെ പിന്നെ എത്ര കാലം കഴിഞ്ഞാൽ ഞാൻ ആ വിഷയത്തിൽ വീണ്ടും വരികയാണ്. താങ്കൾക്ക് ഈ ആ മനുഷ്യന് പേര് പറയാൻ പറ്റത്തില്ലല്ലോ, ആ മനുഷ്യൻ എന്തിനാണ് താങ്കളോട് ഇത്ര ദേഷ്യം? ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, കലാകാലങ്ങളായിട്ടുള്ളതാണ് മനുഷ്യന് അസൂയ മാത്രമാണ് അതിലുള്ളത്. അസൂയ മാത്രമാണ്. താങ്കൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ താങ്കളും ഫാമിലിയും പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ലക്ഷങ്ങൾ ആവശ്യപ്പെട്ടു. അതായത് എന്നെയും എന്റെ മക്കളെയും സഹായിക്കണം എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ ആവശ്യപ്പെട്ടു. അദ്ദേഹം എത്രയോ ലക്ഷം രൂപ താങ്കൾക്ക് തന്നു, അത് തിരിച്ചു കൊടുക്കാൻ വൈകി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇതുവരെ ഇദ്ദേഹം ചെയ്ത നന്മകളൊന്നും ഞാൻ അവിടെ മറന്നിട്ടില്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്താണ് ഇയാൾ 1 ലക്ഷം രൂപ എനിക്ക് തന്നിട്ടുണ്ട്. 1 ലക്ഷം ഈ എന്റെ പിന്നെ ജപ്തിയുടെ ഒരു വിഷയം വന്നപ്പോൾ 1 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. ആ 1 ലക്ഷം അടക്കം മൊത്തം 19,50,000 രൂപയാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഇവരൊരു 11ഓളം ആളുകളാണ് ആളുകൾ തന്നിരിക്കുന്നത്. ആ തന്ന പണം ഞാൻ ഈ പറഞ്ഞ 6 മാസത്തെ സമയം പറഞ്ഞതിൽ 10 ദിവസം ബാക്കിയുള്ളതിന് മുമ്പ് ഈ പണം എല്ലാം കൊടുത്തു തീർത്തു. എല്ലാത്തിനും രേഖകൾ, കൃത്യമായ രേഖകളുണ്ട്. എല്ലാം കൊടുത്ത ബാങ്ക് അക്കൗണ്ട് വഴിയാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. ആർക്കും പണമായിട്ട് ക്യാഷായിട്ട് കൊടുത്തിട്ടില്ല, എല്ലാ അക്കൗണ്ട് വഴിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് പലിശക്കാണോ തന്നത്? ഇല്ല, പലിശക്കല്ല തന്നത്. അതാണ് എന്റെ കാര്യം. പലിശക്കല്ല തന്നത്, സഹായിച്ചതാണ്. പക്ഷെ ഇപ്പോഴും എന്റെ ഒരു പണം തന്ന ഒരാളുടെ എന്റെ ഒരു 8 ലക്ഷം രൂപ ചെക്ക് ഇരിപ്പുണ്ട്. അപ്പൊ ആ ചെക്ക് ഞാൻ കഴിഞ്ഞ ദിവസം തിരിച്ചു ചോദിച്ചപ്പം അയാൾ പലിശ ആവശ്യപ്പെട്ടെന്നോട്. ഇത് പിന്നെ പലിശ ചോദിച്ചില്ല, സഹായമായിട്ട്. ഇപ്പൊ പലിശ ആവശ്യപ്പെടുന്നുണ്ട് കൃത്യമായിട്ട്. അല്ലെങ്കിൽ ആവശ്യപ്പെട്ടാലും ഞാൻ പറഞ്ഞില്ല, പലിശയായിട്ട് തന്നെ കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇയാളെല്ലാം കൂട്ടിയിട്ട് വരൂ, അല്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ട് വരൂ, ഞാൻ തരാം. അയാള് 48,000 രൂപ പലിശ ആവശ്യം ഇപ്പൊ എങ്ങനെ ഉണ്ടായത്? ഇപ്പൊ ഈ വിഷയങ്ങൾ വന്നപ്പോ ഏതെങ്കിലും രീതിയിൽ എന്നെ എങ്ങനെയെങ്കിലും പെടുത്തണം എന്നുള്ളൊരു, അതായത് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയാൽ ഈ നശിപ്പിക്കാൻ ഇറങ്ങുന്നവൻ വിജയിക്കുന്ന ചരിത്രമുള്ളൂ ഇവിടെ. നശിപ്പിക്കാൻ ഇറങ്ങുന്നത്, കാരണം അവരുടെ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ. മറ്റവന് ജീവനും കൊണ്ട് ഓടുകയാണ്. ഇനി ഞാൻ അങ്ങനെ ഓടാൻ, കാരണം കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് മാനസികമായിട്ട് സ്ട്രഗിൾ. കാരണം എന്റെ പാലാരിവട്ടത്ത് എന്റെ ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് എന്ന് പറഞ്ഞ സ്ഥാപനം വരുന്നുണ്ട്. ആ സ്ഥാപനത്തിലേക്ക് എനിക്ക് ഇൻവെസ്റ്റേഴ്സ് വന്നായിരുന്നു. എനിക്ക് അതൊരു വലിയൊരു പ്രോജക്റ്റ്, അത് ഒരു 3.5 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റേഴ്സ് വന്ന ആ ഇൻവെസ്റ്റേഴ്സിന് മുഴുവനും ഇയാള് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഒഴിവാക്കി. പറഞ്ഞു സംസ്ഥാന സമ്മേളനം പറഞ്ഞു പിന്തിരിപ്പിച്ചു. പേരടക്കം ഉദാഹരണ സഹിതമുള്ള തെളിവടക്കം ഉണ്ട് എന്റെ കയ്യിൽ. പറഞ്ഞ് ഇയാളെ പിന്തിരിപ്പിച്ചു. അതിനുശേഷം അതിന് മുമ്പ് സാധാരണ ഇതുപോലുള്ള ആളുകൾ പറയാറുണ്ട്, ബിസിനസ് സ്ഥാപനങ്ങൾ വളരണം എന്നല്ല പറയാറുണ്ട്. ഇത് ഈ ഒരു ചിന്താഗതി ഇപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം, അതിനെ നല്ലൊരു സ്ഥാപനത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അത് തികച്ചും തെറ്റു തന്നെയല്ലേ? തികച്ചും തെറ്റ്. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഓരോ സ്ഥാപനങ്ങളും ഇപ്പൊ എല്ലാം ഏറ്റവും ഫേമസ് ആയിരിക്കുന്ന പല സ്ഥാപനമുണ്ട്. അതൊക്കെ ഇൻവെസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ വിജയിച്ചു വരുന്നത്. അല്ലാണ്ട് ഒറ്റയാൾ ആരും സ്വന്തമായിട്ട് കയ്യിൽ പണം മുടക്കിയിട്ടൊന്നും ഒരു സംരംഭം ചെയ്യുന്നൊന്നുമില്ല. മനസ്സിലായില്ല? ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ സ്റ്റാർട്ടപ്പുകൾ ചെയ്യാൻ കഴിയുള്ളൂ. മുടക്കി. അതിനു മുമ്പ് എന്റെ ഇവിടെ ഞാനൊരു ഓർഗനൈസേഷൻ നിർത്തി ഒഴിവാക്കിയോ അതോ പേടിച്ചില്ല? അത് വളരെ ഗംഭീരമായിട്ട് പാലാരിവട്ടത്ത് നടക്കുന്നു. അടുത്ത മാസം 2 മാസത്തിനുള്ളിൽ അതിന്റെ ഉദ്ഘാടനം ഞാൻ നടത്തും. ഞാൻ 60ഓളം ആളുകളുടെ കയ്യിൽ നിന്നും
തകർക്കാൻ പറ്റില്ല. മുന്നിട്ടിറങ്ങുന്നവരെ മുന്നിൽ വിജയിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ശരിക്കും തീയിൽ കുരുത്ത് തന്നെയാണ്. കാരണം ഞങ്ങൾ ഇതുവരെ ഒരു നുണ പറയാനോ ഒരു കള്ളത്തരം പറയാനോ ഒരാളെ പറ്റിക്കാനോ എന്റെ അമ്മ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ സാബു കുറിക്കാൻ ഇപ്പോഴും പറഞ്ഞു, വീണ്ടും ഞാനും എന്റെ ജ്യേഷ്ഠനും ഒരാളെ പറ്റിച്ചതായിട്ടോ ഒരാളെ ഏതെങ്കിലും രീതിയിൽ പീഡിപ്പിച്ചതായിട്ടോ നിങ്ങൾക്കൊരു ന്യൂസ് വന്നാൽ ഒരു വാർത്ത വന്നാൽ നിങ്ങൾക്ക് തികച്ചും നിങ്ങൾക്ക് ഇത് കൊടുക്കാം. കാരണം ഇങ്ങനെ ചില ആളുകൾ ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ് ഭൂമി ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഞാൻ എല്ലാവരും പറയാറുണ്ട്. ഇല്ല, നിങ്ങളിപ്പോ വന്നപ്പോ ഇവിടെ കണ്ടല്ലോ, ഒരു കാഴ്ച കണ്ടല്ലോ അല്ലേ? ഞാൻ ഇവിടെ ആരോടൊക്കെയാ സംസാരിക്കുന്നത്, എന്താ സംസാരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ 2-3 തവണ രാവിലെ ഇന്നത്തെ രാവിലത്തെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് പത്തനംതിട്ട ഒരാള്, അദ്ദേഹം ആത്മഹത്യാ കുറിപ്പായിട്ട് എൻ്റെ അടുത്ത് വന്നത്. ആത്മഹത്യ ചെയ്യാൻ ഞാൻ പോവാണ്. അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നത് എനിക്ക് നിങ്ങളോട് സംസാരിച്ചാൽ കുറച്ച് സമാധാനം കിട്ടുമെന്ന് എനിക്ക് തോന്നി വന്ന അദ്ദേഹത്തിന്റെ ഒരു മകള് ക്യാൻസറായിട്ട് മരിച്ചു. 41 ലക്ഷം രൂപ മുടക്കി. അയാളെ രണ്ടാമത്തെ മകൾ ഓട്ടിസം ബാധിച്ച് നിൽക്കുന്നു. മൂന്നാമത്തെ മകൾക്ക് പഠിക്കാനുള്ള ഒരു ബുദ്ധിയുള്ള ഒരു കൊച്ചിനെ പഠിപ്പിക്കാൻ വിടാനുള്ള ഒരു സാമ്പത്തികമില്ല. ഇയാൾ 70 ലക്ഷം രൂപ കടമുണ്ട്. അതിൽ 25 ലക്ഷം രൂപ പലിശയ്ക്ക് പൈസ വാങ്ങിയിട്ടുണ്ട്. ആ പലിശയ്ക്ക് വാങ്ങിയ ആളുകൾ, പലിശയ്ക്ക് കൊടുത്ത ആളുകൾ നിരന്തരം ഇയാളെ വീട്ടിൽ വന്ന് 4 ആളുകൾ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യൻ ആരെടുത്ത് പരാതി പറയും? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു, നീതിയില്ല. ആരെടുത്ത് പറയും? അപ്പൊ ഞാൻ നീതി നടപ്പാക്കി കൊടുക്കാനൊന്നല്ല ചെയ്തത്. ഞാൻ അദ്ദേഹത്തിന്റെ ആ പലിശയ്ക്ക് ആരാണോ പണം കൊടുത്തത് അവരുടെ നമ്പർ വാങ്ങി അവരെ വിളിക്കുക ചെയ്തത്. അവരെ വിളിച്ച് 4 പേരെ വിളിച്ച് സംസാരിച്ച് 6 മാസം സമയം വാങ്ങി കൊടുത്തു. 6 മാസം. ഇത് ആർക്കും ചെയ്യാൻ പറ്റും. ഇത് എനിക്കല്ലോ ആർക്കും ചെയ്യാൻ പറ്റും. കേൾക്കുന്ന ഒരാൾക്ക്, നമ്മുടെ മുമ്പിൽ വന്ന് വിഷയം പറഞ്ഞ ഒരാൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, ഈ മനുഷ്യൻ, എന്നെ എല്ലാവർക്കും അറിയാന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ഇത്രയും കാലം 35 വർഷത്തെ ഇയാളുടെ സേവന പാരമ്പര്യം എന്ന് പറയുന്നില്ലേ, ഒരാളെ ഒരു വിഷയത്തിൽ നിന്ന് കരകയറ്റിയിട്ട് ഒരു കാര്യം പറയട്ടെ, ആള് ഒരു നാട്ടിലൊരു നല്ല പ്രവൃത്തി ചെയ്തതായിട്ട് ഇയാൾ പറയട്ടെ. കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്തൊക്കെ വേറെ സംഭവങ്ങൾ ചെയ്തതായിട്ടൊക്കെ, പ്രോഗ്രാമുകൾ ചെയ്തതായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരനെ അവന്റെ ദുരിത ജീവിതത്തിൽ നിന്നോ അവന്റെ വിഷമത്തിൽ നിന്നോ അവന്റെ പ്രയാസത്തിൽ നിന്ന് കരകയറ്റിയിട്ടുള്ള ഒരു സംഗതികൾ പറയട്ടെ. ഞാൻ 100 എണ്ണം പറയാം, 100 എണ്ണം. ഈ കുറഞ്ഞ കാലം കൊണ്ട് ചെയ്തത്, അതല്ലാതെ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് വിളിച്ചാൽ ഇയാള് വീഡിയോയിൽ വിളിച്ച് സംസാരിപ്പിച്ച്, ഓഡിയോ കോൾ വിളിച്ച് സംസാരിച്ചത് മലപ്പുറത്തുനിന്ന് ഞാനൊരു പണം കൊടുക്കാനുണ്ട്, അയാളുടെ പണം എന്റെ അടുത്ത് കുടുങ്ങിപ്പോയി എന്നുള്ള സാധനം ഉണ്ടല്ലോ. അങ്ങനത്തെ വീഡിയോ പുള്ളി ചെയ്തിരുന്നു. അതിപ്പോ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ആരാണത്? മലപ്പുറം ജില്ലയിലെ ഒരു വ്യക്തിയാണ്, നമ്മുടെ സ്പോൺസർ ആയിരുന്നു അദ്ദേഹം. ശരിക്കും അദ്ദേഹം അത് ഇയാൾക്ക് മനസ്സിലായില്ല. അതായത് എന്നെ കുറിച്ച് നിരന്തരമായിട്ട് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് എന്താണ് സത്യമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അങ്ങോട്ട് ചൂണ്ടയിട്ട് നോക്കിയതാണ്. അതായത് മലപ്പുറത്തുള്ള ആള് എന്റെ സുഹൃത്താണ്, ഇയാളൊരു ചൂണ്ടയിട്ട് നോക്കിയത്. ചൂണ്ടയിട്ട് ഇയാൾ ആ ചൂണ്ടയെ കുടുങ്ങിപ്പോയി. സാബു വർഗീസിനെ പറ്റി കുറ്റം പറഞ്ഞാലല്ലേ മറ്റവൻ ഇങ്ങോട്ട് എന്തെങ്കിലും പറയുള്ളൂ. ആ കുറ്റം പറഞ്ഞു വന്നത് ഇയാളിൽ നിന്നും എന്നെ കുറിച്ച് എന്തൊക്കെയാണ് ഇയാളുടെ കയ്യിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിരന്തരം ആൾക്കാർ പറയാണല്ലോ. അപ്പൊ സംസ്ഥാന സമ്മേളനത്തിന് നമ്മുടെ MP വരുന്നത് ഒഴിവാക്കി, മേജർ രവി വരുന്നത് ഒഴിവാക്കി, അങ്ങനെ പറഞ്ഞു പിന്തിരിപ്പിച്ചു. അതായത് അന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കരുത്, ഇത് നടത്തുന്നത് ഒരു ഗുണ്ടയാണ് എന്ന് പറഞ്ഞിട്ട് മേജർ രവി പറഞ്ഞ് കൃത്യമായിട്ട് എന്റെ ഇതിൽ കിടപ്പുണ്ട് വോയിസ്. ഞാൻ പറഞ്ഞു, സാറേ നിങ്ങളെപ്പോലുള്ള ആളൊന്നും ഇങ്ങനെ ആകരുത്. ഒരാള് വേറൊരാള് പറയുന്നതിന്റെ ആകത്തുകയാണോ നിങ്ങള്? അപ്പൊ ഇങ്ങനെയുള്ള തെറ്റിദ്ധരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഇയാൾ തന്നെ വോയിസിൽ പറയുന്നുണ്ട്. ഞാനാണ് ഇന്നയാളോട് പറഞ്ഞത് എന്ന് ഇയാൾ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും ഒരു ശത്രുത വരാം നമുക്ക്, അല്ലേ? നമ്മൾ വിജയിക്കണമെങ്കിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകണം, അല്ല സുഹൃത്തുക്കൾ ഉണ്ടാകണം. നമ്മൾ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ നമുക്ക് ശത്രുക്കളുടെ വലിപ്പം കൂടണം. അപ്പൊ എനിക്ക് ശത്രുക്കൾ ഉണ്ടാകുന്ന, എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ ആദ്യകാലം മുതൽ എന്റെ അമ്മ ഏറ്റവും അധികം വേദനിക്കുന്ന ഒരു കാര്യം, എത്ര ചെറുപ്പം മുതലേ ആണെങ്കിൽ ഞാനിങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരാളെന്നുള്ളത് അതെന്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ്. അയാൾ പറയുന്നില്ല, അയാളുടെ തടിമാടനായിട്ട് ആൾ വന്നു, ഒരു തടിമാടൻ വന്നു. താങ്കൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് എന്താ സംഭവം എന്ന് വെച്ചാല്, വീട്ടിൽ തടിമാടനായ ഒരാൾ വന്നു, വീട്ടിൽ കയറി സഹായം ചോദിച്ചു, അവിടെ കയറി ആഹാരം കഴിച്ചു, അത്തരത്തിലുള്ള നന്ദി കാണിച്ചില്ല എന്നൊക്കെയുള്ള പരാതികളാണ് പറയുന്നത്. ഇതിലെങ്ങും ഒരു ക്രൈം ഞാൻ കാണുന്നില്ല. ഇതൊരു കുറ്റമല്ലല്ലോ. ഒരാൾ ഇപ്പം താങ്കൾ സഹായം ചോദിച്ചു തന്നെ ഇരിക്കട്ടെ, താങ്കൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സഹായം ചോദിച്ചു, അതൊരു കുറ്റമല്ല. താങ്കൾ അവിടുന്ന് ആഹാരം കഴിച്ചു, അവർ തന്നിട്ടല്ലേ കഴിച്ചത്, അതൊരു കുറ്റമാണോ? എത്ര മനസ്സിലാവുന്നില്ല. കൈകൊണ്ട് ആംഗ്യ ഭാഷ കാണിക്കുക, വന്ന് ഇങ്ങനെ നക്കിയിട്ട് പോയി എന്നുള്ള രീതിയിൽ ഒരു ഭാഷ. അയാൾ എന്റെ വീട്ടിലും വന്നു. അപ്പൊ ഞാനത് അങ്ങനെയാണ് പറയണ്ടേ, അങ്ങനെയാണ് ചെയ്യണ്ടേ? ഞാൻ നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം, ഞാൻ ഇനി ഇയാളുടെ കയ്യിൽ നിന്ന് സഹായം വാങ്ങിയെന്ന് തന്നെ ഇരിക്കട്ടെ, അതൊരു തെറ്റാണോ? തെറ്റാണോ? ഇതല്ലേ ഈ ലോകത്തെ ജനങ്ങൾ യൂസഫ് അലി അടക്കം സഹായം വാങ്ങിയിട്ടാണ് ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത്, അല്ലേ? ജീവിതത്തിൽ വിജയിച്ച എല്ലാ ആളുകളും പലരുടെയും സഹായമായിട്ട് എത്തിയിരിക്കുന്നത്. എനിക്ക് എത്രയോ കോളുകൾ വന്ന് എന്റെ നാട്ടിൽ നിന്ന് വിളിച്ചു. അല്ലാതെ എന്നെ അറിയുന്നവർക്ക് എന്നെ കൃത്യമായിട്ട് അറിയാം. എനിക്ക് ഒരാളുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. എനിക്ക് നിങ്ങളെ പോലെയുള്ള, അത് കൊച്ചിയിൽ വന്നിട്ടാന്ന് പറഞ്ഞു. ഒന്ന് ഞാൻ
കൊച്ചിയിൽ എന്ന് പറഞ്ഞ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇവിടെ ഒരു സംഘടന ഉണ്ടാക്കുന്നു, ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നു, കുറെ ആളുകൾ അയാളെ സ്നേഹിക്കുന്നു, അയാളുടെ കൂടെ കുറെ ആളുകൾ പോകുന്നു. ഇത് കണ്ടിട്ടുള്ള ഞാൻ പറഞ്ഞ ആ ഒരു അസൂയ അല്ലാത്ത വേറെ ഒന്നും ഇദ്ദേഹത്തിന്. അതെ അതെ, അതല്ലേ നമ്മൾ മുഖാമുഖം ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പോലും അവർക്ക് വരാൻ തയ്യാറാവുന്നില്ല, അവർക്ക് പറയാനൊന്നും ഇല്ല. എന്റെ ജ്യേഷ്ഠൻ വിളിച്ചു അയാളെ. ഞാൻ എന്റെ ജ്യേഷ്ഠൻ അങ്ങനെ ഒരു കാര്യങ്ങൾ ഇടപെടുത്ത ഒരാളാണ്. ജ്യേഷ്ഠൻ അയാളെ വിളിച്ചിട്ട് മുമ്പ് ഒരു ഘട്ടം വിളിച്ച് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നാലെ പോകണ്ട, നിങ്ങൾ അയാളെ വെറുതെ വിട്ടേക്കൂ, നിങ്ങൾ എന്തിനാ ഇല്ലാ കഥകൾ, കാരണം അയാളുടെ മേലൊരു കുറ്റം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല, അപ്പൊ അയാളെ വെറുതെ വിട്ടേക്കൂ. ഇന്നലെയും വിളിച്ചു, ഇന്ന് വിളിച്ചപ്പോ ഇയാളെ ഫോൺ കട്ട് ചെയ്യും, ഫോൺ എടുക്കുന്നില്ല, ഫോൺ സംസാരിക്കുന്നില്ല. ഞാൻ വിളിച്ചു 3 തവണ, എന്റെ ചേട്ടാ എന്താണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ വാ, നിങ്ങൾ വിളിക്കേണ്ടത് ഞാൻ വരാം. ഞാൻ ചോദിക്കുന്ന 3 കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഉത്തരം തരാൻ കഴിയില്ല, അതുകൊണ്ട് ആ ചാനലിൽ വരാത്തതാണ്. ശരി, ചെയ്തു പോയ കാര്യങ്ങളിൽ ഇല്ലെങ്കിൽ ചെയ്തു പോയ ഒരു അപകടം. കാരണം എനിക്കിപ്പോ എനിക്ക് പേടിയെന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചാൽ പേടി, എനിക്ക് ഇരുട്ടിനെ മാത്രമേ ഞാൻ പേടിക്കാറുള്ളൂ, പകലിന് ഞാൻ പേടിക്കാറില്ല. എനിക്ക് ഇദ്ദേഹമൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ ഈ ക്രിമിനൽ മൈൻഡ് വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടൊരു പക വരികയാണ് ഒരാളോട്. ഞാൻ അയാളുടെ ലൈഫിലേക്ക് ഒന്നും കയറിയിട്ട് ഇപ്പോഴും ഞാൻ പറയാം, ഞാനിത് ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ടോ. അപവാദം പറയരുത്, പറയുന്ന അപവാദം തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം, അതല്ലാതെ ഒരു മനുഷ്യനെ. കാരണം ആയിരക്കണക്കിന് ആളുകൾ അപവാദം മൂലം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ഇല്ലേ? തീർച്ചയായും ശരിയാണ്. അഭിമാനം എന്ന് പറഞ്ഞ ഓരോ മനുഷ്യന്റെയും അഭിമാനം അവന്റെ ജീവനാണ്, അല്ലെ? ആ ജീവന്റെ വിലയുള്ള അഭിമാനത്തിന് ചോദ്യം ചെയ്യരുത്. നിങ്ങൾ കഞ്ഞി കൊടുത്തു, ചോറ് കൊടുത്തു, ഇല്ലെങ്കിൽ അവനെ വീട് വെച്ച് കൊടുത്തു, പണം കൊടുത്തു എന്ന് പറയുന്ന ഒരു സംഗതി, അത് നിങ്ങൾ കൊടുക്കേണ്ട കടമയാണ്, നിങ്ങളുടെ കടമയാണ്. ഈ ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾ പങ്കുവെക്കേണ്ടതാ, അല്ലേ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് അവകാശപ്പെട്ടതല്ല. ഇല്ലായ്മ എന്ന് പറയുന്നത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും വരില്ലേ? സ്വർണ്ണത്തുമ്പേ ഉള്ളവനും ഇരുമ്പ് തുമ്പയുടെ ആവശ്യം വരില്ലേ? അങ്ങനെ വന്നപ്പോ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇയാളോട് പറഞ്ഞൊരു കാര്യം, എന്റെ വീടിന്റെ ജപ്തിയെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അത് ഞാൻ ബാങ്കുകാർ ഒഴിവാക്കിയൊരു കേസ്, അപ്പം അത് ബാങ്കിന് കൊടുക്കണ്ട, നമുക്കത് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞതാണ് എൻ്റെ. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇയാള് വേറെ ആരെന്നെങ്കിലും പറഞ്ഞ് വാങ്ങിത്തരുന്നു. ഇയാൾ നേരെ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ടു, ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും പറഞ്ഞപ്പോ സാബുവിന്റെ ഒരു വിഷയമായപ്പോൾ എല്ലാവരും ഇടപെട്ടു. 10-11 പേര് ഇടപെട്ടിട്ട് എനിക്ക് 19 ലക്ഷം രൂപ തന്നു. അത് 25 ലക്ഷം രൂപ തന്നു എന്നിട്ടാണ്. ഇനി 50 ലക്ഷം ആയിക്കോട്ടെ. ഇദ്ദേഹം ഒരു പുറം രാജ്യത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് 60 ലക്ഷം രൂപ വാങ്ങി. ഈ ഗ്രൂപ്പിലുള്ള പലരുടെ കയ്യിൽ നിന്ന് വാങ്ങി. അത് കടം തന്നെയല്ലേ? ഓ, അത് ശരി. അങ്ങനെ സംഭവം ഇതേ കൂട്ടായ്മ നിങ്ങൾ വിളിച്ചോ, നിങ്ങൾക്ക് ഇനി അതിന്റെയും ആളുകളുണ്ടല്ലോ, ഞാൻ അതും പറഞ്ഞുതരാം, കൃത്യമായിട്ട് തെളിവ് തരാം. അപ്പൊ എന്തിനാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിക്ക് ഇത്രയും കോടികളുടെ ആസ്തി ഉണ്ടായിട്ട് എന്തിനാ അതിന്റെ ആവശ്യം വന്നത്? എന്തുകൊണ്ടാ? ഈ ലോൺ ജപ്തി എടുത്ത പോലെ തന്നെ ഇതൊരു ആവശ്യമായിരുന്നല്ലോ. ഈ ആവശ്യത്തിന് പണം ഒരു സഹായമാണല്ലോ. ഇതൊക്കെ സഹായമാണ്. ഒരിക്കലും ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഒരു നേതാവ് അടക്കം മരിച്ചത് അല്ലേ, ഞാൻ പറയുന്നത് ഒരു അപവാദമാണ്. മരണം വരെ ആ അപവാദം അയാളെ അലട്ടിക്കൊന്നു എന്നുള്ളതാണ്, അല്ലേ? ഇതൊക്കെ പിന്നീട് അവര് ഇദ്ദേഹത്തിന് മരണശേഷം തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞു. നമുക്ക് മരണശേഷം അല്ല എനിക്ക് വേണ്ടത്. ഞാൻ ഇത് ഒഴിവാക്കി, ഇഗ്നോർ ചെയ്ത് ഇങ്ങനെ ഒരുപാട് ആള്. താങ്കൾ എത്ര നാളുകൊണ്ട് ഇങ്ങനെ സ്ട്രഗ്ലിംഗ് അനുഭവിക്കുന്നു? എന്ന് ഈ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് കഴിഞ്ഞ് ഈ സാധനം പേപ്പർ കയ്യിലെടുത്തു അന്ന് മുതൽ കാരണം ഇയാളിൽ നിന്ന് ഞാൻ പോകുന്നു. ഇയാൾ ജീവിതകാലം മുഴുവൻ ഇയാളെ എന്റെ കൂടെ നിർത്താന്നാണ് വിചാരിച്ചത്. ഞാൻ കോഴിക്കോട്ടിൽ വളർന്ന പരുന്തുകുഞ്ഞാന്ന് ഇയാൾ മനസ്സിലാക്കിയില്ല. ഞാൻ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന ആളല്ല. എനിക്ക് എന്നെ കൊണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇയാൾ പറയുന്ന ഈ തടി എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, എന്റെ തടിയാണ് അയാളുടെ. പക്ഷെ അയാളെ പട്ടിക്ക് തിന്നാൻ കൊടുക്കുന്ന ആള് പറഞ്ഞേ. അപ്പൊ അത് ഞാൻ പറയും, ഇത് ആരെക്കുറിച്ചും പറയരുത്, ലോകത്തിൽ ഒരാളെ കുറിച്ചും പറയരുത്. നമ്മളെല്ലാം മനുഷ്യരാണെന്ന് ചിന്തിക്കുക. ആർക്ക് ആരെ കൊണ്ട് ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ല, അല്ലേ? തീർച്ചയായും. ഞാൻ എത്ര ഞാൻ ചെയ്തു വെച്ച കേസുകൾ മുഴുവൻ ഇവിടെ ഇരിക്കുന്ന എന്റെ ബുക്കുകളിൽ, ഈ ഇരിക്കുന്ന ബുക്കുകളിലുണ്ട്. ഇവിടെ വന്ന് ആർക്കും പരിശോധിക്കാം. സാബു 1 രൂപ ഒരാളുടെ അടുത്തുനിന്ന് 100 രൂപ വാങ്ങിയിട്ടെന്ന് ആരെയും പറയട്ടെ. ഒരു കാര്യം തീർത്തു കൊടുത്തിട്ട് കേസുകളല്ല തീർക്കുന്നത്. ഞാൻ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കുകയാണ്. അവരുടെ വിഷയങ്ങൾ, ഫാമിലി പ്രോബ്ലംസ് ആയിക്കോട്ടെ. ഇപ്പൊ വന്നത് ഒരു കച്ചവടം നഷ്ടപ്പെട്ട കടയിൽ കച്ചവടം ഇല്ലാത്തതിന്റെ പേരിലാണ് അവർ വന്നത്. ഇന്ന് ഇവിടെ 9 പേര് എൻ്റെ അടുത്ത് വന്ന്, ഈ 9 പേരും വന്നത് അവർക്കുണ്ടായ മാനസികമായിട്ടുള്ള വിഷമങ്ങളാണ്. അവരൊന്ന് സംസാരിച്ചാൽ മതി അവരോട്. ഇയാൾക്ക് ഇദ്ദേഹത്തിന് എന്നോടുള്ള അസൂയ മാത്രമാണ്. ഞാൻ ഇനി ഈ ലോകത്തിലുള്ള ഈ മലയാളികളോട് ഞാൻ പറയുന്നൊരു കാര്യം, അത് ദയവ് ഇതൊന്ന് കേൾക്കാതെന്ന് പറയണം. കാരണം ഒരിക്കൽ പോലും നമ്മൾക്ക് ഒരു ഉപകാരവും ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ അവനെ ഉപദ്രവിക്കാതിരിക്കുക, അവനെ അപമാനപ്പെടുത്താതിരിക്കുക, അവന് ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് അവനെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക, സമൂഹത്തിൽ ഒറ്റപ്പെടുത്താതിരിക്കുക. എന്ത് നേട്ടമാണ് കിട്ടുന്ന ഇതിൻ്റെ അകത്ത്? എന്നെ സംബന്ധിച്ച് എൻ്റെ എല്ലാം ഈ പറഞ്ഞെല്ലാം 26 ദിവസം ഞാൻ ജയിലിൽ കിടന്നു. 26 ദിവസം ജയിലിൽ കിടന്ന് എന്തിനാണ്? അതാണ് പറഞ്ഞത്. ഒരാൾ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടുപോയത് തട്ടിക്കൊണ്ടുപോയതായി മാറി. അത് ഇവൻ അവിടുന്ന് പോലീസ് സ്റ്റേഷൻ എത്തിയപ്പോൾ പറഞ്ഞ എന്നെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? അവൻ എനിക്ക് തരാനുള്ള 3.5 കോടി രൂപ, ഞാൻ 3.5 കോടി രൂപ ഉണ്ടാക്കിയതാണ് അയാളുടെ പ്രശ്നം. 3.5 കോടി ഒന്നല്ല, 26 ഫിറ്റ്നസ് സെന്ററുകൾ, ഡീസൽ ട്രേഡിംഗ്, ഇന്റീരിയർ കമ്പനി,
ഗോൾഡ് ഓർണമെന്റ്സിന്റെ മാനുഫാക്ചറിങ് ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. എന്റെ കമ്പനികൾ എങ്ങനെ ഉണ്ടാകുന്ന അന്വേഷിക്കുകയാണ്. ഞാൻ പണിയെടുത്തുണ്ടാക്കിയതാ, അധ്വാനിച്ചുണ്ടാക്കിയതാ. ഒരു 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 പിന്നെ 100 ഗ്രാം സ്വർണ്ണം ഞാൻ നാട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. സ്വർണ്ണ കച്ചവടമാണ്. ദുബായിലായിരുന്നു. ഞാൻ 2018 കേരളത്തിലെത്തിയപ്പം എനിക്ക് കിട്ടാനുള്ള പണം ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കോടഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയൊരു 6000 സ്ക്വയർ ഫീറ്റിന്റെ അകത്ത് ഒരു 10-40 ലക്ഷം രൂപ ഞാൻ മുടക്കിയിട്ടുണ്ട്. എനിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് വന്ന ഒരു ഇൻവെസ്റ്റർ അവിടെയും ഈ പറഞ്ഞ ആളുകൾ എനിക്കെതിരെ പറഞ്ഞു, പിന്നെ ഇയാള് ജയിലിൽ കിടന്നിട്ടുണ്ട്, അങ്ങനെയാണ്. അപ്പൊ ഇനി ഒരാള് അവരുടെ കാരണം കൊണ്ടോ അല്ലാതെ ആയിക്കോട്ടെ, അവർക്ക് ചോദിക്കാൻ ആരുമില്ലാതെ പറയാൻ ആരുമില്ലാതെ ജയിലിൽ പോകരുത്. ഇതൊരു നല്ല ഉദ്ദേശത്തോടെ തന്നെ ഞാൻ ഇനി തനിച്ചല്ല എന്ന് പറഞ്ഞ് ഈ ഒരു ബോർഡ് വെച്ചിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇനി ആരും അങ്ങനെ തനിച്ചാകരുത്. ഞാൻ ഒരിക്കലും ഇവിടുത്തെ നീതിപീഠത്തിനോ നിയമവ്യവസ്ഥയ്ക്കോ പോലീസിനോ കോടതിക്കോ ഒന്നും എതിരല്ലേ. ഇവിടെ നിയമം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഞാൻ എന്റെ മക്കളെ നിയമം പഠിക്കുന്നത് അതുകൊണ്ടാണ്. അയാൾ എന്റെ മക്കളെ പറഞ്ഞത്, അവരെ അഭിമാനമുള്ള മക്കളാ. നാളെ അവരെ പുറത്തോട്ട് വരികയാണ്, വളർന്നു വരികയാണ്. ഇയാളുടെ ഉള്ളിൽ ഇയാളോടുള്ള പയ്യാക്കൂല്ലേ 3 മക്കള്. ഇയാൾ പറഞ്ഞിട്ടില്ല 24 മണിക്കൂർ എനിക്ക് 3 മക്കൾ വിദേശത്ത്. ഇതെങ്ങനെ വിദേശത്തായത്? ഇയാളുടെ അപ്പന്റെ സ്വത്തല്ലേ. അയാൾ പറഞ്ഞില്ലേ തന്റെ തന്തയല്ല എന്റെ തന്ത എന്ന് പറഞ്ഞില്ലേ. അതേ ഞാനിപ്പോ തിരിച്ച് ചോദിക്കാന്, ഈ തന്ത അയാളുടെ തന്ത സ്വന്തം തന്തയാണെങ്കിൽ ഞാൻ പറഞ്ഞ ചാനലില് 4 ആളുടെ മുമ്പില് വരട്ടെ. അയാള് വരില്ല. പക്ഷെ ഞാൻ പറയാം, ഞാൻ വരാം, ഞാൻ ഒറ്റയ്ക്ക് വരാം. എനിക്ക് 10 പേരൊന്നും കൊണ്ടുവരണ്ട. പുള്ളി 10 പേരെയും കൊണ്ട് വരാൻ പറ്റുള്ളൂ പുള്ളിക്ക്. ഇനി വെല്ലുവിളി ഇല്ല. ഞാനിത് അയാൾ നിരുപാധികം ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു ഷെബിനെ. എനിക്കിനി അയാളോട് പകയില്ല, ദേഷ്യമില്ല, ഒന്നുമില്ല. ഇന്നലെ വരെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്നെ പാലാരോടുള്ള ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം ഞാൻ വിളിക്കും, അയാളുടെ വീട്ടിൽ പോയിട്ടും വിളിക്കും. ഇപ്പോഴും ഞാൻ വിളിക്കാനും പോയി. ഞാൻ ഒരു വലിയൊരു മനുഷ്യൻ, ഒരു വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ മുതലാളി വിളിച്ചിട്ട് ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് വിളിച്ച് പരസ്പരം സംസാരിച്ച് ഇനി വിഷയമൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു നിർത്താണ്. വീണ്ടും ഇയാളൊരാളെ കള്ളൻ എന്ന് വിളിച്ചതിന്റെ പേരിൽ, അതായത് ഒരു ബിൽഡറെ കള്ളൻ എന്ന് വിളിച്ചതിന്റെ പേരിൽ ഡിഫർമേഷൻ കേസ് നടന്നുകൊണ്ടിരിക്കുക. ഇയാൾക്കെതിരെ 1 കോടി 2 കോടി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഇയാൾ ഇന്ന് 5-8 പ്രാവശ്യം കള്ളൻ വിളിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഇയാൾക്കോ ഇയാൾ അറിയുന്ന ആർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും കൊടുക്കാണ്ടാണ്. ഒരാളെ പറഞ്ഞു കൊണ്ടുവരട്ടെ. എവിടുന്നോ മലപ്പുറത്തുനിന്നോ അവിടുന്ന് ഇവിടുന്ന് ആരെങ്കിലും എന്തോന്ന് പറഞ്ഞിട്ട് ആ ചൂണ്ടലുകൾ കൊളുത്തില്ലേ? അതില്ലാന്ന് ഞാനിപ്പോ തെളിയിച്ചു തരാം. എങ്ങനെ? ഞാൻ വിളിക്കയാളെ, ഞാനിപ്പോ വിളിച്ചു കേൾപ്പിച്ചു തരാം നിങ്ങളെ. ഞാനിപ്പോ അയാളെ വിളിച്ച് ഞാനിപ്പോ കേൾപ്പിച്ചു. ഫറൂഖ് ഫ്രീ ആണോടാ? ഞാനൊരു ഷൂട്ടിലിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ഈ എന്ന് പറഞ്ഞ് നമ്മുടെ പച്ചക്ക് വരുന്ന ആള്, അയാള് ക്യാമറയ്ക്ക് മുമ്പിലും ചാനലിലും ഒന്നും വരാൻ തയ്യാറല്ല. അയാൾക്ക് ഇതൊന്നും ഇനി ഒറ്റയ്ക്ക് വേണം. അയാൾക്ക് റൂമിന്റെ അകത്ത് വരും സംസാരിക്കണം. അപ്പൊ എനിക്കിത് പുറത്ത് ഇത് എന്റെ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. മനസ്സിലായി? ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. അതായത് ഈ ഇയാളോട് എന്ന് പറഞ്ഞ വ്യക്തിയോട് പിന്നെ ഫറൂഖ് 11,70,000 രൂപ സാബുവിന്റെ കയ്യിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? എനിക്കിട്ട് എറിഞ്ഞു നോക്കിയാൽ മനസ്സിലായില്ലല്ലോ. നീ എറിഞ്ഞു നോക്കിയതാണെന്നുള്ള മനസ്സിലായില്ലല്ലോ. അയാളിപ്പം ഇതിന്റെ വീഡിയോയും നിന്റെ ഓഡിയോയൊക്കെ എടുത്ത് പബ്ലിസിറ്റി ചെയ്തോണ്ടിരിക്കല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരുന്നു എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായിട്ടില്ലല്ലോ. നിങ്ങൾ അതായത് കാരണം മനസ്സിലാക്കണമെങ്കിൽ പിന്നെ അതിനുള്ള ഇതൊന്നല്ല. പിന്നെ കോൾ ചെയ്തിട്ട് കുറച്ച് വർത്തമാനം പറയണോ? ഇത് എന്താ വിചാരിച്ചേ? കാരണം മൂപ്പയാൾ ഇങ്ങനെ 16 പ്രാവശ്യം നമ്മളോട് ചോദിക്കുന്നുണ്ടല്ലോ, എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് നിങ്ങളുടെ നമ്പർ എത്രയെന്ന്. അയാളെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ നിന്റെ നമ്പർ ഏത് ഫോണിലേക്ക് പോയാലും അതിന്റെ നമ്പർ ഉണ്ടാവില്ലേ? അതില് മലപ്പുറം ജില്ലയിലെ ഒരു ഫിറോസ് എന്നാണ് പറയുന്നത്. മലപ്പുറം ജില്ലയിലെ ഫറൂഖ് ആണ് എന്നുള്ളത് കൃത്യമായി. അയാൾ മറ്റേ ഓഡിയോയിൽ ഫറൂഖ് ഉണ്ട്, എന്റെ പേര് ഫറൂഖ് എന്നാണ് ഓഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷെ അയാൾ പറഞ്ഞത് ഫിറോസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചത് ഈ പണം നമ്മൾ തമ്മിൽ ഇടപാടൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും ഇല്ലെങ്കിൽ ആൾക്കാർക്ക് മുഴുവൻ അറിയാം അല്ലേ? നമ്മൾ തമ്മിൽ എന്തായാലും ഇപ്പോ നിങ്ങളെ പറ്റിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കും പഴയ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കല്ലേ. അപ്പൊ അതിന് വേണ്ടിട്ടൊന്ന് ഉള്ളൊന്ന് തോണ്ടി നോക്കിയതാണ് എന്താന്ന് അറിയാൻ വേണ്ടിട്ട്. ഉള്ളും തോണ്ടാൻ വേണ്ടിട്ടാണോ ഈ പറഞ്ഞ പൈസ കുടുങ്ങി എന്നൊക്കെ പറഞ്ഞത്? അയാളുടെ ഉള്ളിലുള്ളത് എടുക്കാൻ വേണ്ടിട്ടായിരുന്നോ? അല്ല അത് അയാൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അത് ഇപ്പൊ നീ വിളിച്ചാൽ അയാൾ ഫോൺ എടുക്കുവോ? തീർച്ചയായിട്ടും എടുക്കും. അപ്പൊ നിങ്ങൾ വിളിക്കുന്നിടത്ത് അയാൾ വരുമോ?
അത് വരൂല. ഞാൻ വിളിച്ചു വെച്ചല്ലോ, ഞാൻ പറഞ്ഞു ഞാൻ മീഡിയനായിട്ട് ഞാൻ വരാം, മീഡിയയുടെ മുമ്പിൽ നിങ്ങൾ ഇരുന്ന് തരാൻ പറ്റുമെന്ന് വെച്ച് എങ്കിൽ സാബു സാറ് കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ തരാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാലെങ്കിലും വരുമല്ലോ. ഇപ്പൊ വയനാട് ജില്ലയിലെ ഒരു നാഫിയും മലപ്പുറം ജില്ലയിലുള്ള ഫാറൂഖും സംസാരിച്ചു, ഇങ്ങനെ പറഞ്ഞു, എന്നെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞു എന്നാണ് പറയുന്നത്. ആ പറഞ്ഞു എന്ന് പറയുന്നതില് രണ്ടാളും മുന്നിലേക്ക് വരാൻ തയ്യാറാണ്. ഇയാളൊന്നും നിന്നെ ഞാൻ ചോദിക്കുന്ന നിങ്ങളാ പറഞ്ഞതിലൊന്നും ഒരു സത്യമില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണോ അല്ലയോ എന്ന് എന്റെ ചോദ്യമുള്ളൂ. ഞങ്ങൾക്ക് ഉറപ്പില്ലാതെ അപ്പൊ ഇയാളെ നിങ്ങൾ പൊട്ടനാക്കുമായിരുന്നു ശരിക്കും. അത് സത്യമല്ല. അത് കഴിഞ്ഞിട്ടല്ലേ ഞാൻ നിങ്ങൾക്ക് വോയിസ് വിട്ടെന്ന് ഞാൻ അത് പറഞ്ഞിട്ട് ഫുള്ള് സാറ് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരാം, ഫയലാക്കിയിട്ട് വരാം. നിങ്ങൾ ചങ്കൂട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മീഡിയയുടെ മുമ്പിൽ വരാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ട് വിട്ടെന്നില്ലേ? അത് തന്നെ, ആ റെക്കോർഡ് എന്റെ കയ്യിലും അതെനിക്ക് വേറൊരാൾ അയച്ചു തരികയും ചെയ്തു. അപ്പൊ കേൾക്കുന്നവർ വിചാരിക്കുക, കേൾക്കുന്ന ആളുകള് പിന്നെ ജനങ്ങൾ വിചാരിക്കുന്നത് നിങ്ങള് ഈ പച്ചയ്ക്ക് പറയുന്ന ഇയാൾ നിങ്ങളോട് ചേർന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ്. അയാള് ചേരാ, അയാള് നമ്മളെ ആരാന്ന് മുതലേ അയാൾ നമ്മളെ ശത്രുവല്ലേ? എന്നല്ല നമ്മുടെ ശത്രു എനിക്കറിയില്ല, അയാൾ എന്റെ ശത്രുവാണ്. നിങ്ങളുടെ കേൾക്കണത് എന്താ? ജീവനെ ബ്ലോക്ക് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ആക്കിട്ടല്ലേ നമ്മൾ കേൾക്കണതല്ലേ? അതെ, മേജർ രവിനെ ബ്ലോക്ക് ചെയ്തു, ഐബിയുടെ ബ്ലോക്ക് ചെയ്തു. അപ്പൊ അതൊക്കെ ചെയ്തു. ഇങ്ങനെയൊക്കെ ആ സമയത്ത് വല്ല തുറമുഖ്യ പോലൊക്കെ വന്നു. അയാള് നല്ല മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായപ്പോ? ഇയാള് പറഞ്ഞ വ്യക്തി നല്ല മനുഷ്യൻ മനസ്സിലായ? ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെ വിളിക്കൂട്ടോ, ഒന്ന് എടുക്കണം കേട്ടാ. ശരി ശരി ശരി. ഫാറൂഖ് പണി കൊടുത്തതാണ് ഇദ്ദേഹം അറിഞ്ഞില്ല. ഫാറൂഖ് നാഫിയും എന്റെ നല്ല സുഹൃത്തുക്കളുമാണ്. ഫാറൂഖ് എന്ന് പറയുന്ന ആ ഒരു വോയിസ് ആണ്, ഇദ്ദേഹത്തോട് സംസാരിച്ച വോയിസ് എടുത്താണ് ഇങ്ങനെ ഗ്രൂപ്പുകൾ ഇട്ടത്. അതെ 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 അതെ. അദ്ദേഹം IB എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ഈ ഫാറൂഖ് എന്ന് പറഞ്ഞത്. ഇത് കേൾക്കുമ്പം ഇയാള് ചിന്തിക്കുകയും ചെയ്യേണ്ട ആരാ എന്നെ വിളിക്കുന്നതെന്നുള്ളത് അല്ലേ? അദ്ദേഹം കുറച്ച് ബുദ്ധിയുള്ള ആളാണെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നു. പക്ഷേ ഇത് അബദ്ധം പറ്റി, അദ്ദേഹത്തിന് അബദ്ധം പറ്റി തീർച്ചയായിട്ടും. ഇനി ഒരാളുടെയും അങ്ങനെ വേറൊരാളെ കുറിച്ച് ഒരാൾ അപവാദം പറയാൻ വേണ്ടിയിട്ട് ഫോൺ റെക്കോർഡ് ചെയ്ത് വെച്ചോണ്ടിരിക്കരുത്. മറ്റൊരാളെ കുറിച്ച് പറയുമ്പം നമ്മളത്, ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങളും ഞാനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ ഞാനും കേൾക്കുന്ന കാര്യം മാത്രം എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങളെ ഇറക്കി പുറത്തു വിടൂല. അതെ, സത്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മുഴുവൻ അത് തന്നെയാണ്. എനിക്കിവിടെ ഞാൻ ഇരിക്കുന്ന കളമശ്ശേരി പോലീസ് സ്റ്റേഷന്റെ വായിൽ എവിടെ ഇരിക്കുന്നത്, ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ നല്ല എവിടെ ഇരുന്ന് ചെയ്യുന്ന കാര്യം കൃത്യമായിരിക്കും. ഒരാള് ഞാൻ 100 പേരെന്ന് പറയുന്നില്ലെന്നേ, ഒരാള് സാബു വർഗീസ് എന്ന് പറഞ്ഞ മനുഷ്യൻ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നത്. ഞാനും ഇടപാടുകളൊക്കെ ഉണ്ട്. ഇടപാടുകൾ ഞാനും ബിസിനസ്സുകാർക്ക് എന്താ ഇടപാടില്ലാത്ത എവിടെയാണ് കൊടുക്കലും മനസ്സിലായി. അതൊന്നും ഒരു പരാജയമായിട്ട് കാണണ്ട. ഞാൻ കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കും, പൈസ കൊടുക്കാനുള്ളവരുണ്ട്, അവരും വരട്ടെ. അപ്പൊ അതൊന്നും ആരെ പറ്റിച്ചു എന്ന് പറയുന്നതാണ് ഒരു സ്ഥലത്തെ ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത്. തീർച്ചയായും. താങ്കളുടെ കൂടെ ഒരുപാട് ആളുകൾ കൂടി എന്ന് പറയുന്നത് വാസ്തവമാണോ ഇദ്ദേഹത്തിനെതിരെ? ഇദ്ദേഹത്തിന്റെ പിന്നെ വീഡിയോയുടെ താഴെ നിങ്ങൾ നോക്ക്, 100-ലധികം കമന്റുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ആ കമന്റുകൾ അതിലിടാനുള്ള ധൈര്യം ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ഡിലീറ്റ് ചെയ്യുന്നുണ്ടോ പുള്ളി? എത്ര നിങ്ങൾ ആ കാര്യം നോക്കിയാൽ മനസ്സിലായി. എന്റെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല, അത് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അത് രണ്ടും ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക, എന്താണ് ഇയാൾ ഇതിങ്ങനെ പറയാൻ കാരണം. ഫലമുള്ള മാവിൽ എറിയാന്ന് പറഞ്ഞതിന്റെ യഥാർത്ഥ ഉദാഹരണമാണിത്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ നഷ്ടപ്പെട്ടു പോയി. ഇവരുടെ ഒരു പാർട്ടിക്ക് ഞാനൊരു മുതൽക്കൂട്ടായിരുന്നു എന്ന് കുറെ പേര് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന് വേറെന്തോ തോന്നലുണ്ടായി. പിന്നെ കായൽ നാബേലിനോട് തോന്നിയ അല്ലെ ആ ഒരു കാലത്ത് തോന്നിയ ഒരു അസൂയ എന്ന് പറഞ്ഞോളത്തെ ഒരു സംഭവം ഇവിടെയും വന്നു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. എന്തായാലും ഇന്ന് താങ്കൾ വിജയിച്ച ദിവസമാണ്. വെല്ലുവിളി ഏറ്റെടുക്കാൻ ആരും തന്നെ തയ്യാറായില്ല. എന്ത് പറയുന്നു അതിനെ കുറിച്ച്? ഇതൊരു നല്ല ലക്ഷണമായിട്ട് ഞാൻ കാണുന്നു. കാരണം ഈ അപവാദം പറയുന്നവർക്കെല്ലാം ഒരു മറുപടിയാണിത്. തീർച്ചയായും താങ്കളുടെ വിജയം അതൊരു മറുപടി തന്നെയാണ്. ആരെ കുറിച്ചും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത്, ദ്രോഹിക്കരുത് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് താങ്കൾ തകർന്നില്ല, താങ്കൾ വിജയിച്ചിരിക്കുന്നു. താങ്കളുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആരും തന്നെ തയ്യാറായി വന്നിട്ടില്ല ഇതുവരെ. 100%. എനിക്ക് എന്റെ സംഘടനയിലുള്ള ആളുകളടക്കം ഒരുപാട് പേര് വന്നു പറഞ്ഞു, സാറേ നമുക്ക് പറ്റിയൊരു കാര്യമല്ല അത്, അയാൾ പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ. പക്ഷെ ഒരിക്കലും ഞാൻ എല്ലാവരുടെ കേൾക്കുന്നവരോട് മുഴുവൻ ഞാൻ പറയാം, ഇനി ഒരുത്തനും അപവാദങ്ങൾ കേട്ടിട്ട് മിണ്ടാതിരിക്കരുത്, പ്രതികരിക്കണം. വിജയം ഉണ്ടാവും, തീർച്ചയായിട്ടും വിജയം ഉണ്ടാവും. കാരണം എന്റെ ഇതിന് ഉദാഹരണമാണ്. ഇപ്പോഴും ഞാൻ പറയാം, ഇപ്പോഴും പുള്ളിക്ക് തിരിച്ചു വരാനുള്ള സമയം ഇപ്പോഴും ഞാൻ കൊടുക്കുകയാണ്. എന്നെ വിളിച്ചാൽ എവിടെയാണെങ്കിലും ഞാൻ വരാൻ ഇപ്പോഴും തയ്യാറാണ്. ഇപ്പൊ ഞാൻ ഇത് ക്ലോസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇത് ആളുകൾക്ക് ഒരു ഇതിന്റെ ഒരു വിവരം അറിയാൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. എന്താണ് ഇവർ തമ്മാമിൽ വീണ്ടും പോകാത്ത, എന്താണെന്ന്, ഞാൻ പോകാത്തതാണെന്ന് ആളുകൾ വിചാരിക്കും, അയാള് വരാത്തതാണെന്നും ആളുകൾ വിചാരിക്കും. 2 പേർക്കും കൂടി ഒരു ഉത്തരവാണ്,
ഞാൻ പോകാൻ റെഡിയാണ്, ഇപ്പോഴും റെഡിയാണ്, ഇതുവരെ വന്നിട്ടില്ല. വരാൻ റെഡിയാണ്, സംസാരിക്കാൻ റെഡിയാണ്. അദ്ദേഹം റെഡി ആണെങ്കിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എനിക്ക് മനസ്സിലായത്, നിങ്ങളോടാണ് പറഞ്ഞെന്ന് തോന്നുന്നു, എനിക്ക് ക്യാമറ ഉണ്ടാകരുത്, എനിക്കൊരു അടച്ചിട്ട മുറിയിൽ സംസാരിക്കണം, അതിനുശേഷം നമുക്ക് ആലോചിക്കാം. അങ്ങനെ എന്നോട് പറഞ്ഞു. വേറെ സാറ്റലൈറ്റ് ചാനലിനും താഴെ വരുന്നത് എനിക്ക് മനസ്സിലായി. അതിനുശേഷം സാറ്റലൈറ്റ് ചാനലൊക്കെ അങ്ങനെ വരാമെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഇരിപ്പ് പൊതുജനമധ്യത്തിലിരിക്കും കേട്ടോ. ഇനി എന്നെ അതാണ് കറക്റ്റ് കാര്യം, എല്ലാവരും അറിയട്ടെ. IBA എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ഇൻവെസ്റ്റേഴ്സ് ബിൽഡേഴ്സ് ബ്രോക്കേഴ്സ് അസോസിയേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന സാബു വർഗീസ്, ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം പാലാരിവട്ടത്ത് വരുന്നു. അത് കേരളം മുഴുവൻ അതിന്റെ ബ്രാഞ്ചുകളും അതിൻ്റെതായിട്ട് വ്യാപിക്കുന്നു. ഇതിന് കോടികളുടെ ആസ്തി സാബു വർഗീസിന് എവിടുന്നാണ്? ഇതാണ് ഇയാൾക്ക് അറിയേണ്ടത്. ഇയാൾ എന്ത് ചെയ്യണം? EDയോ CBIയോ ആരാന്ന് വെച്ചാൽ അന്വേഷിപ്പിക്കുക. അല്ലെ, ഞാൻ റെഡിയാണ്. ഇതെങ്ങനെ ഇത്ര കുറഞ്ഞ കാലം കൊണ്ട് എങ്ങനെ സാബു വർഗീസിന് ഈ നേട്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. ആ പ്രശ്നത്തിന് എന്നോട് വന്നാൽ ഞാൻ ഉത്തരം തരും, അല്ലേ? അതെ. അപ്പൊ എല്ലാ കാലവും പാവപ്പെട്ടവനായി കഴിയണം എന്നുള്ള ഓരോ സാധാരണക്കാരോട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാം, നിങ്ങൾക്ക് മുന്നോട്ട് വരാം. നിങ്ങളൊന്നും എല്ലാ കാലവും പാവപ്പെട്ടവനായിട്ട് അടിമയായിട്ട് കിടക്കേണ്ട ആൾക്കാരല്ല. എല്ലാവർക്കും വരാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കേരളത്തിലുണ്ട്. ആരും ആരെയും ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. മനുഷ്യനാണ്. എല്ലാ നിയമവ്യവസ്ഥയും കേരളത്തിൽ പ്രത്യേകിച്ചും മലയാളിക്കെല്ലാം ഒരുപോലെയാണ്. ഇവിടെ നിയമത്തിന് പാവപ്പെട്ടവനും പണക്കാരെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. സാബു വർഗീസ് നിയമം കയ്യിലെടുക്കുന്നില്ല. സാബു വർഗീസ് നിയമത്തിന് അടിസ്ഥാനമായിട്ട് മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, അധിഷ്ഠിതമായിട്ട് മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം വരെ അതുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയട്ടെ, അന്നേരം ഞാൻ അതിനുള്ള കാര്യങ്ങളായിട്ട് നിങ്ങളുടെ ഒപ്പം മുന്നോട്ട് വരാം. വളരെ നന്ദിയുള്ളവരെ പ്രതികരിച്ചു. താങ്ക് യു.